അങ്ങനെ ആദർശ് പറയുന്നതൊക്കെ കേട്ട് സങ്കടം വന്നിട്ട് നയന റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നയന ചോദിക്കും, നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ വേണ്ടേ, പോകുമ്പോൾ കഴിക്കണ്ടേ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കിവിടെ തരാനേ ആൾക്കാരുണ്ട്, നീ തരണമെന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജ്വല്ലറിയിലെത്തുമ്പോൾ അവിടെ പോലീസ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും, മൂർത്തി സാറ് മുകളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് അന്വേഷിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ പേരെ ഞാൻ ചോദ്യം ചെയ്തു, അതിലൊന്നും ആരും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള പോലെ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറയട്ടോ. അപ്പോൾ ആകാശ് പറയും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇതാരാണെന്ന് എന്തായാലും കണ്ടുപിടിച്ച് തരണം എന്നിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് പോലീസ് ഇറങ്ങാണ്. അങ്ങനെ പോലീസ് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബി അവിടേക്ക് ചെല്ലും. അപ്പോൾ അബി ചെല്ലുമ്പോൾ തന്നെ, നീ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ, എന്നിട്ട് എന്തിനാ നീ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണേ, മൂർത്തി സാറിന് മുകളിലൊക്കെ പിടിപാട്, എനിക്ക് അധികകാലമൊന്നും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ അബി പറയും, ഞാനതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മറുപണി കാണുന്ന വരെ എനിക്കിത് നീട്ടിക്കൊണ്ടേ പറ്റുള്ളൂ, അതുവരെ സാറിൻ്റെ കാര്യം ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്തോളാം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അങ്ങനെ വീട്ടിൽ ആദർശത്തിന് ശേഷം ആദർശ മുത്തശ്ശനും വലിയ ഇളയച്ചനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയും, എനിക്കിത് അബിയാണോ ചെയ്തതെന്ന് സംശയമുണ്ട്, അവനാണിത് ചെയ്തെങ്കിൽ അവൻ പിന്നെ ഈ വീട്ടിൽ ഒരിക്കലും കയറില്ല, ജ്വല്ലറിയിലും കാലുകുത്തില്ല, അത് അബിന്നല്ല ഇവിടെയുള്ള ആരാണെങ്കിലും എന്നിങ്ങനെ പറയും. അപ്പോൾ അത് അബിയുടെ അമ്മ കേൾക്കുകയാണ്. അപ്പോൾ അബിയുടെ അമ്മ നേരെ ചെന്നിട്ട് അബിയോട് ചോദിക്കുക, നീയാണോട് അത് ചെയ്ത് ചോദിക്കുമ്പോൾ അബി അതേന്ന് പറയും കേട്ടോ. അപ്പോൾ അയ്യോ ഇനി ഈ വീട്ടിൽ നിനക്ക് ഇനി നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അബി ദേഷ്യപ്പെടുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.